സഹോദരന്മാരെ, നമുക്ക് പരിചയമുള്ള ക്രൈസ്തവ സഭകൾ, നമ്മൾ അറിയുന്ന ക്രൈസ്തവ പാതിരിമാർ, കന്യാസ്ത്രീകൾ ഒക്കെ വളരെ സ്തുത്യർഹമായ തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും സ്ഥാപിച്ച് നടത്തുന്നവരാണ്. നമ്മളൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളും ആണ്. നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഒക്കെ ഉയർന്ന വിദ്യാഭ്യാസം, നിലവാരമുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവർ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അവര് വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ക്രൈസ്തവ സഹോദരങ്ങൾ, അവരുടെ സഭകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അന്യരല്ല, നമ്മുടെ കൂടി ജീവിതവുമായി ബന്ധപ്പെട്ട് സമരസപ്പെട്ട് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ അടുത്ത കാലത്തായി ദീപിക പത്രത്തിൽ RSSനെതിരെ, സംഘപരിവാറിനെതിരെ, സംഘപരിവാറിന്റെ വംശീയ ഉന്മൂലന പദ്ധതികൾക്കെതിരെ ഒക്കെ വരുന്ന ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ വളരെ വിവാദമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വരുന്ന ചർച്ചകൾ വളരെ സ്തോഭജനകവും ചിലതൊക്കെ ചിരിക്കു വക നൽകുന്നതും ആണ്. അപ്പൊ ദീപിക പത്രത്തിൽ RSSനെതിരെ, ഹിന്ദുത്വ ദർശനത്തിനെതിരെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ലേഖനങ്ങൾ വരാനുള്ള കാരണം ദീപിക പത്രത്തില് ജിഹാദികൾ ഒളിച്ചു കടന്നിട്ടുണ്ട്. ജിഹാദികളാണ് ദീപിക പത്രത്തിന്റെ നയങ്ങളും നിലപാടുകളും അതിൻ്റെ ലൈനും ഒക്കെ തീരുമാനിക്കുന്നത് എന്നാണ് ഈ ക്ലബ് ഹൗസ് പോലെയുള്ള ചില പ്ലാറ്റ്ഫോമുകളിലൊക്കെ കൃസംഖികളായിട്ടുള്ള ചില വികാരജീവികൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ, ഇപ്പൊ കത്തോലിക്ക സഭയിൽ ഈ അടുത്ത കാലത്തായിട്ട് കുർബാന നടത്തുമ്പോൾ ജനങ്ങൾക്ക് അഭിമുഖമായിട്ടാണോ നിൽക്കേണ്ടത്, അതല്ല തിരിഞ്ഞു നിന്നാണോ കുർബാന നടത്തേണ്ടത് എന്ന ഒരു തർക്കം, അത് ചിലപ്പോ ചില വാക്കേറ്റങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ എത്താറുണ്ട്. ചില ചർച്ചുകൾ കുറച്ച് ദിവസങ്ങൾ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് വരെയൊക്കെ എത്താറുണ്ട്. അപ്പൊ ഇതിലും ചില ജിഹാദി ഇടപെടലുകൾ ഉണ്ടോ എന്ന് ഉള്ള സംശയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യമുണ്ടോ എന്ന് എനിക്കും തോന്നുക. എന്താ കാര്യം എന്നറിയോ? ചില മുസ്ലിയാക്കന്മാരൊക്കെ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഞാൻ ഇന്നാളൊരു സുലൈമാൻ മുസ്ലിയാരുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ മുസ്ലിം സമുദായത്തിൽ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ തർക്കങ്ങളും തമ്മിത്തല്ലും ഒക്കെ ഉണ്ടാവും. അതായത് അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ വിരൽ ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്, അതല്ല ഇങ്ങനെ കാട്ടിത്തരാടാ വെച്ചിട്ടുണ്ട് നിനക്ക് എന്നുള്ള നിലയിൽ പഠിപ്പിച്ചാൽ മതിയോ, നിസ്കാരത്തിൽ കൈ ഇങ്ങനെയാണോ കെട്ടേണ്ടത്, ഇങ്ങനെ കെട്ടണം. ഇതൊക്കെ മുസ്ലിം സമുദായത്തിലെ ചർച്ചയാണ്. അപ്പൊ ഇത്തരം വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി തഴക്കവും പഴക്കവും വന്ന ചില മുസ്ലിയാക്കന്മാര് ഈ കത്തോലിക്ക സഭയിലേക്കൊക്കെ ചെന്നിട്ട് കുർബാന നടത്തുമ്പോൾ അലിയത്ത് ഇസ്തിഖ്ബാലാക്കിയാണോ ഇസ്തിദ്ബാറാക്കിയിട്ടാണോ കുർബാന നടത്തേണ്ടത് എന്നുള്ള തർക്കം അവിടെയും ഫിത്തിന ഉണ്ടാക്കാൻ വേണ്ടി ഈ മുസ്ലിങ്ങളായ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളായ ആളുകൾ ഉണ്ടാക്കുന്നതാണോ, അതായത് ക്രിസ്ത്യാനികളായി മാറിയ മൊല്ലാക്കന്മാരും മുക്രിമാരും മൊയ്യാക്കന്മാരും അവർക്ക് വല്ല കയ്യും ഈ വക തർക്കങ്ങളിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇവിടെ അനുഷ്ഠാനങ്ങളുടെ പേരിൽ എന്തെല്ലാം വാദകോലാഹലങ്ങൾ നടന്നാലും നമുക്ക് നല്ല ഒരു പത്രം വായിക്കണമെങ്കിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന പത്രം വേണം. അതുപോലെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനം വേണമെങ്കിൽ, നല്ല ആതുരാലയം വേണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങൾ വേണം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം മസാല തർക്കങ്ങളിലേക്ക് അവരും കൂടി കൂപ്പുകുത്തിയാൽ എൻ്റെ പൊന്നെ, പിന്നെ ഈ വക മേഖലകളിലൊന്നും ഫലപ്രദമായും കാര്യക്ഷമമായും ഫലദായകമായും പ്രവർത്തിക്കുന്ന ആളുകളില്ലാതെയായിപ്പോകും. അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഈ കാര്യത്തിൽ ഒരു പരിശോധന നടത്തണം, അവർ ഉണർന്ന് പ്രവർത്തിക്കണം, കൂടുതൽ ജാഗരൂകരാകണം എന്നാണ് പറയാറുള്ളത്.